വെൽക്കം ടു ഗ്രേഡിയൻറ്റ്. സോഷ്യൽ സയൻസിൽ ഹ്യൂമനിസം എന്ന ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അതിൽ 2 ക്ലാസ്സുകളായിട്ട് നമ്മൾ കുറച്ചധികം കാര്യങ്ങൾ പഠിച്ചു. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയാണ് പഠിച്ചതെന്നൊന്ന് റിവിഷൻ ചെയ്യണം. കാരണം മനസ്സിലാക്കുക, നോക്കി നമ്മൾ ഹിസ്റ്ററി പോലെയുള്ള ഒരു വിഷയമൊക്കെ നമ്മൾക്ക് അത്ര മനസ്സിലാക്കി പഠിക്കുന്നതിനേക്കാൾ ഉപരി നമുക്ക് കുറേ പോയിന്റുകൾ പഠിച്ചു വയ്ക്കാനാണുള്ളത്. അപ്പോൾ ഇങ്ങനെ പോയിന്റുകൾ പഠിച്ചു വെക്കേണ്ടി വരുമ്പോഴത്തേക്കും അത് ഓർത്ത് വെക്കാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗം എന്ന് പറയുന്നത് എത്ര തവണ നിങ്ങൾക്ക് റിവിഷൻ ചെയ്യാൻ പറ്റുമോ അത്രയും തവണ അത് റിവൈസ് ചെയ്യുക. അതായത് എത്ര തവണ നിങ്ങൾക്ക് ഇത് വായിച്ചു നോക്കാൻ പറ്റുമോ അത്ര തവണ നിങ്ങൾ എന്ത് ചെയ്യുക, വായിച്ചു നോക്കുക. അങ്ങനെ നോക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ മൈൻഡിൽ ഓരോ പോയിന്റുകൾ എന്ത് ചെയ്യുന്നത്, സെറ്റ് ആകുന്നത്. അതായത് ഒരു ദിവസം നിങ്ങൾ ഈ പറയുന്ന ടോപ്പിക്ക് പഠിക്കാൻ തുടങ്ങുമ്പോൾ തൊട്ട് മുമ്പത്തെ ദിവസം പഠിച്ച ടോപ്പിക്ക് ഉറപ്പായിട്ടും ഒരു മിനിറ്റോ 2 മിനിറ്റോ എടുത്ത് റിവൈസ് ചെയ്തിട്ട് ശേഷം മാത്രമേ എന്ത് ചെയ്യാവുള്ളൂ, അടുത്ത ടോപ്പിക്ക് പഠിക്കാവുള്ളൂ. നിങ്ങൾ ആ ഒരു രീതി ഒന്ന് ഫോളോ ചെയ്ത് നോക്കിയാൽ ഉറപ്പാണ് നമുക്ക് കൂടുതൽ പോയിന്റുകൾ ഓർത്ത് വയ്ക്കാൻ, ഈസി ആയിട്ട് ഓർത്ത് വയ്ക്കാൻ പറ്റും. നമ്മൾ ഒരു ദിവസം കുറേ കാര്യങ്ങൾ പഠിച്ചു, അടുത്ത ദിവസം അത് റിവൈസ് ചെയ്യാൻ നമുക്കൊരു 5 മിനിറ്റ് വേണമായിരിക്കും. തൊട്ട് അടുത്ത ദിവസം ഒന്ന് റിവൈസ് ചെയ്യാൻ ചിലപ്പോൾ അതിലൊരു 3 മിനിറ്റ് മതി. അതിൻ്റെ അടുത്ത ദിവസം റിവൈസ് ചെയ്യാൻ വെറും 2 മിനിറ്റോ 1 മിനിറ്റോ നമുക്ക് മതിയാവും. അപ്പോൾ നമ്മൾ ഒരാഴ്ച നമ്മൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഈ പറയുന്ന പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ ഒരാഴ്ച കൊണ്ട് നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഞായറാഴ്ച ആകുമ്പോഴത്തേക്കും നമുക്കത് സെറ്റായിരിക്കും. പിന്നെ നമുക്കത് എക്സാം വരുന്നതിന് മുന്നേ ആയിട്ട് ഒന്ന് റിവൈസ് ചെയ്ത് നോക്കുമ്പോൾ തന്നെ നമുക്കത് പെട്ടെന്ന് കിട്ടും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് റിവിഷൻ എല്ലാ ക്ലാസ്സുകളിലും മാക്സിമം എന്ത് ചെയ്യാം, റിവിഷൻ കൂടെ ജസ്റ്റ് തൊട്ട് മുമ്പത്തെ ക്ലാസ്സിലെ കാര്യം മാത്രം. നമ്മുടെ വീഡിയോയുടെ ലെങ്ത് കൂട്ടുന്നതുകൊണ്ട് അർത്ഥമില്ലല്ലോ, നിങ്ങളുടെ ഡേറ്റയാണ് വെറുതെ വേസ്റ്റ് ആകുന്നത്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് തൊട്ട് മുമ്പത്തെ പോയിന്റുകൾ മാത്രം ഒന്ന് റിപ്പീറ്റ് ചെയ്ത് പോകുന്നു. കഴിഞ്ഞ ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഹ്യൂമനിസം എന്ന് പറയുന്ന കാര്യത്തെ പറ്റി പറഞ്ഞുകൊണ്ടായിരുന്നു. അതായത് നമ്മൾ എന്താ പറയുന്നത്, ഹ്യൂമനിസത്തിന് മുന്നേ അവിടെ ഉണ്ടായിരുന്നത് എന്താണ്, സ്കൊളാറ്റിസിസം ആയിരുന്നു. സ്കൊളാറ്റിസിസം എന്ന് പറയുമ്പോൾ അവിടെ എന്തായിരുന്നു, അവിടെ ഡിവൈൻ ആയിട്ടുള്ള കാര്യങ്ങൾക്കും അതുപോലെ തന്നെ പുനർജന്മ മറ്റു കാര്യങ്ങൾക്കൊക്കെയാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. അതായത് ക്രിസ്ത്യൻ തിയോളജിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത രീതി എല്ലാ മേഖലകളിലും, കലാ സാഹിത്യം സാംസ്കാരികമായ എല്ലാ മേഖലകളിലും ഉണ്ടായിരുന്നു. അതിനെയാണ് നമ്മൾ ഹ്യൂമനിസം എന്ന് പറയുന്നത്, അല്ല സ്കൊളാറ്റിസിസം എന്ന് പറയുന്നത്. അതിൽ നിന്ന് മനുഷ്യൻ്റെ എക്സ്പീരിയൻസുകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തതാണ് ഹ്യൂമനിസം എന്ന് പറയുന്നത്. ഹ്യൂമനിസത്തിൽ റീസണും ക്രിട്ടിക്കൽ തിങ്കിങ്ങിനും റാഷണൽ എൻക്വയറിക്കും ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു. അതായത് ദൈവമാണ് സെൻറ്ററായി നിന്നല്ല, ഗോഡ് സെൻറ്റേർഡായ അപ്രോച്ചിൽ നിന്നും ഹ്യൂമൻ സെൻറ്റേർഡ് വേൾഡ് വ്യൂ എന്നതാണ് എന്ത് ഹ്യൂമനിസം എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് ആർട്ട്, ലിറ്ററേച്ചർ, സയൻസ്, ഫിലോസഫി എന്ന എല്ലാ മേഖലകളിലും നമുക്ക് കാണാനായിട്ട് പറ്റും. ഹ്യൂമനിസത്തിൻ്റെ പ്രത്യേകത എന്തായിരുന്നു, ഫ്രീഡം ഓഫ് തോട്ട്സ് ഉണ്ടായിരുന്നു. ക്രിറ്റിസിസത്തിന് അത് വെൽക്കം ചെയ്തിരുന്നു. അതുമാത്രമല്ല റിലീജിയസ് അതോറിറ്റി അത് ക്വസ്റ്റ്യൻ ചെയ്തിരുന്നു. സോ മനുഷ്യന് ഇമ്പോർട്ടൻസ് കൊടുത്തു വന്ന രീതിയാണ് ഹ്യൂമനിസം എന്ന് പറയുന്നത്. ഹ്യൂമനിസത്തിൻ്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഹ്യൂമനിസത്തിൻ്റെ ഇമ്പാക്റ്റ് എന്തായിരുന്നു, നമ്മുടെ ലിറ്ററേച്ചറിൽ ഈ പറയുന്ന റീജിയണൽ ലാംഗ്വേജ് വന്നു. അതിലൂടെ കൂടുതൽ ആൾക്കാർ വായിക്കാൻ തുടങ്ങി. അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, നമ്മുടെ ഗ്രീക്കോ റോമൻ കൾച്ചറിനെ റിവൈവ് ചെയ്തെടുക്കാനും ആ പറയുന്ന കൾച്ചറിൻ്റെ ഒരു പുനർജന്മം ഇവിടെ എന്തുണ്ടാവുകയാണ്, റിനേസൻസ് സമയത്ത് ഉണ്ടാവുകയാണ്. അതായത് ഹ്യൂമനിസ്റ്റ് ബിലീഫ് വന്നപ്പോൾ എന്ത് ചെയ്തു, മനുഷ്യൻ്റെ ബ്യൂട്ടിക്കും മനുഷ്യൻ്റെ ജീവിതത്തിനും മനുഷ്യൻ്റെ ജീവിത രീതികൾക്കും ഇമ്പോർട്ടൻസ് വന്നു. അത് ഓരോ മേഖലകളിലും കണ്ടു. അത് പെയിൻറ്റിങ്ങിൽ എങ്ങനെ എഫക്റ്റ് ചെയ്തു നമ്മൾ കണ്ടു. നമ്മൾ 2 പിക്ചേഴ്സ് നോക്കിയിരുന്നു. ഇത് ഇത് നമ്മുടെ തൊട്ട് മുമ്പത്തെ കാലത്ത് മിഡീവൽ കാലഘട്ടത്തിലെയും ഇത് റിനേസൻസ് കാലത്തിലെയും പെയിൻറ്റിംഗ് ആണ്. രണ്ടിൽ നോക്കിയാൽ നമുക്കറിയാൻ പറ്റും മനുഷ്യനാണ് അവിടെ ഇമ്പോർട്ടൻസ് കൊടുത്തേക്കുന്നത്, അല്ലെ. മാലാഖമാരെയൊക്കെ അവിടെ നിന്ന് കട്ട് ചെയ്ത് കളഞ്ഞു. മാത്രമല്ല പെയിൻറ്റിങ് കൂടുതൽ റിയലിസ്റ്റിക് ആയിട്ട് മാറി. മനുഷ്യൻ്റെ ഇമോഷൻസിനും മനുഷ്യൻ്റെ ഈ പറയുന്ന അനാട്ടമിക്കും ഒക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തു തന്ന പെയിൻറ്റിങ് രീതികൾ കൊണ്ടുവന്നു. അതൊക്കെയായിരുന്നു ഇവിടുത്തെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ലാൻഡ്സ്കേപ്പ് കൊണ്ടുവന്നു, കളറുകൾ യൂസ് ചെയ്യാൻ തുടങ്ങി, സ്പേഷ്യൽ ഡെപ്ത് അല്ലെ, നമുക്ക് 3D വ്യൂസ് കിട്ടാൻ തുടങ്ങി. അങ്ങനത്തെ ഓയിൽ പെയിൻറ്റിങ്, പോർട്രേറ്റ് കാര്യങ്ങളൊക്കെ വന്നിരുന്നു. ജസ്റ്റ് നോക്കി വയ്ക്കുക. പ്രധാനപ്പെട്ട പെയിൻറ്റേഴ്സും അവരുടെ വർക്കുമാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. നമ്മൾ ഓർത്ത് വെച്ചു, അല്ല നമ്മളെങ്ങനെ ഓർത്ത് വെച്ച്, ജി എന്നാണ് ഓർത്ത് വെച്ചത്, അല്ലേ. ജിയോവാനി ബെല്ലിനിയുടെ അഗനി ഇൻ ദ ഗാർഡൻ, അല്ലെ ജി എന്ന് ഓർത്ത് വെച്ചു. പിയറോ ഡെല്ല ഫ്രാൻസിസ്ക, എങ്ങനെ നമ്മൾ ഓർത്ത് വെച്ചത്, പിയറോ ഡെല്ല ഫ്രാൻസിസ്ക വായിക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഡിപ്റ്റിക്കോ, ഫെഡറിക്കോ മൊണ്ടേർഫെറോ ആൻഡ് ബാറ്റിസ്റ്റ സ്ഫോർസ എന്ന് പറയുന്ന വായിക്കൊള്ളാത്ത പേരൊക്കെ ഈ വായിക്കൊള്ളാത്ത പേരിട്ടവന് വരച്ചതാണെന്ന് നമ്മൾ മനസ്സിലാക്കി. ലിയനാർഡോ ഡാവിഞ്ചി നമ്മൾ 3 എല്ലുകൾ വെച്ചാണ് പഠിച്ചത്, അല്ലേ. ലിയനാർഡോ ഡാവിഞ്ചിയുടെ ലാസ്റ്റ് സപ്പറും മോണോലിസയും. എന്നാൽ മൈക്കൽ ആഞ്ചലോയ്ക്ക് ഒരു എല്ലുണ്ട്, ആ എല്ലിനകത്തൊരു ജി ഉണ്ട്, അല്ലെ. അതെന്താണ്, അത് ലാസ്റ്റ് ജഡ്ജ്മെൻ്റ് ആണ്. അതുപോലെ തന്നെ സിസ്റ്റൈൻ ചാപ്പലിൻ്റെ ഈ പറയുന്ന പെയിൻറ്റിങ് വരച്ചതും ആരാണ്, മൈക്കൽ ആഞ്ചലോ ആണെന്ന് പഠിച്ചു. പിന്നെ വരച്ചത് റാഫേലിനെ പറ്റിയാണ്. റാഫേലിനെ പറ്റി നമുക്ക് അധികം പെയിൻറ്റിംഗ് ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ടൈറ്റനും ഒരു പെയിൻറ്റർ ആണെന്നുള്ള കാര്യം നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. ജിയോട്ടോയുടെ പ്രത്യേകത, ആദ്യമായിട്ട് ഗ്രീക്കോ റോമൻ സ്റ്റൈൽ കൊണ്ടുവന്നത് ആരാന്ന് ചോദിച്ചാൽ അത് ജിയോട്ടോ
ആണ്. അതുപോലെ മെസാച്ചിയോയുടെ പ്രത്യേകത എന്താണ്? മെസാച്ചിയോ 3Dയിലാണ് വന്നത് അല്ലേ. 3D പെയിൻറ്റിങ്ങുകൾ കൊണ്ടുവന്നത് ആദ്യമായിട്ട് മെസാച്ചിയോ ആണ്. ഇതാണ് ഇമ്പോർട്ടൻസ്, അവരുടെ വ്യത്യാസം അല്ലെ. മിഡിൽ ഏജ് പെയിൻറ്റിങ്ങിൻ്റെയും റെനൈസൻസ് ഏജ് പെയിൻറ്റിങ്ങിൻ്റെയും വ്യത്യാസം ടേബിളായിട്ട് ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ വന്നത് ശില്പകലയാണ്. ശില്പകലയിൽ പെയിൻറ്റിങ് പോലെ തന്നെയാണ് അല്ലേ. മനുഷ്യൻ്റെ അനാട്ടമിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തു, ക്ലാസിക്കൽ ഐഡിയാസിനെ കൊണ്ടുവന്നു, എക്സ്പ്രഷൻസ് കൊണ്ടുവന്നു, കോൺട്രാപോസോ സ്റ്റാൻസ് അല്ലേ. എവിടെ പഠിച്ചത് നമ്മൾ കോൺട്രാപോസോ ഡൊണാറ്റെല്ലോയുടെ ഡേവിഡിനകത്താണ് ആദ്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ കാലൊക്കെ വളച്ച് കൂളായിട്ട് നിൽക്കുന്ന ആളുടെ സ്റ്റാൻസ് ഒക്കെ കൊണ്ടുവന്നത്. പിന്നെ വന്നു എന്താണ്, സെക്കുലറായ ഒബ്ജക്റ്റുകളെ കൊണ്ടുവന്നു. അവിടെയാണ് നമ്മൾ ഗാറ്റ മെലാറ്റ പറഞ്ഞത്. എന്താണ് ഗാറ്റ മെലാറ്റ എന്ന് പറയുന്നത്? എന്തായിരുന്നു? കുതിരപ്പുറത്തിരിക്കുന്ന പടയാളി, ഗ്രീക്ക് കാലത്ത് ഉണ്ടായിരുന്ന പടയാളി അല്ലേ. അപ്പോൾ ദൈവങ്ങളിൽ നിന്ന് മാറിയിട്ട് ഇത് മനുഷ്യനാണല്ലോ, അപ്പോൾ മനുഷ്യന് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു. മൈക്കൽ ആഞ്ചലോയുടെ പിയറ്റ നമ്മൾ ഓർത്ത് വെച്ചു. പിയറ്റ പെറ്റു, ആരെ പെറ്റു? യേശു ക്രിസ്തുവിനെ പ്രസവിച്ചു. ആരാണ്? വെർജിൻ മേരി. അപ്പോൾ വെർജിൻ മേരി, പിയറ്റ. പിന്നെ ഈ പറയുന്ന മൈക്കൽ ആഞ്ചലോയ്ക്ക് ഒരു ഡേവിഡ് ഉണ്ടായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അത്രയും റിവിഷൻ അല്ലേ. എത്ര സമയം എടുത്ത് കാണും? ഒരു 5 മിനിറ്റ് എടുത്ത് കാണും അല്ലേ. പോട്ടെ, 5 മിനിറ്റിനകത്ത് ഞാൻ ആദ്യം കുറേ റിവിഷൻ്റെ കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ പറഞ്ഞുകൊണ്ടാണ്. 2 മിനിറ്റ് അത് മതി, നമുക്ക് റിവിഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ റിവിഷൻ നടത്തിയപ്പോൾ നിങ്ങൾക്ക് തന്നെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർമ്മ കിട്ടിയില്ലേ? പഠിച്ച കാര്യങ്ങളൊന്നുകൂടി ഒന്ന് ഓർമ്മ വന്നില്ലേ? നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം 3ാമത്തെ ഭാഗം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ആർക്കിടെക്ചറും അതുപോലെ തന്നെ എന്താണ് ഹിസ്റ്റോഗ്രാഫിയിലും ഉണ്ടായ റിനൈസൻസിലെ മാറ്റങ്ങളെ പറ്റിയാണ്. ആർക്കിടെക്ചർ അല്ലേ, നമ്മൾ ഈ പറയുന്ന ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടാക്കുന്ന രീതി. ആർക്കിടെക്ചർ പഠിക്കുമ്പോൾ നമ്മൾ ഇനി നോക്കട്ടെ, ഞാനിപ്പോൾ ഈ പെയിൻറ്റിങ്ങിനകത്തും സ്കൾപ്ചറിലും നമ്മൾ പറഞ്ഞ അതേ പോയിന്റുകൾ എവിടെയും വരും. ആർക്കിടെക്ചറിനകത്തായാലും സയൻസിലായാലും എല്ലാത്തിലും വരും. സോ ഞാൻ ആ പോയിന്റുകൾ ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ നിൽക്കുന്നില്ല. ആർക്കിടെക്ചറിൽ എന്ത് മാറ്റം വന്നു എന്ന് വെച്ചാൽ, നോക്കി ഈ പറയുന്ന റിനൈസൻസ് കാലത്തിന് മുമ്പ് ഉണ്ടായിരുന്ന ആർക്കിടെക്ചർ രീതിയെ നമ്മൾ ഗോത്തിക് സ്റ്റൈൽ എന്നാണ് പറയുന്നത്. എന്താ പറയുന്നത്? ഗോത്തിക് സ്റ്റൈൽ. അപ്പോൾ ഗോത്തിക് സ്റ്റൈൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോക്കിയത് ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും. ഈ മുകൾ ഭാഗത്തായിട്ട് കണ്ടോ, കൂർത്തിരിക്കുന്ന ഈ പറയുന്ന ഡോംസ് ഒക്കെ ഉള്ള ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഈ ഒരു ബിൽഡിംഗ് രീതിയാണ് നമ്മൾ ഗോത്തിക് സ്റ്റൈൽ അല്ലെങ്കിൽ ഗോത്തിക് ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. ഈ ഗോത്തിക് ആർക്കിടെക്ചറിൽ നിന്ന് മാറിയിട്ട് ഇവിടെ കണ്ടോ, ഇതുപോലത്തെ ഡോംസ്, ഇതെന്ന് വെച്ചാൽ നമുക്ക് ഇസ്ലാമിക് മതത്തിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ആയിട്ട് വേണമെങ്കിൽ കണക്കാക്കാനായിട്ട് സാധിക്കും അല്ലേ. നമ്മൾ പഠിച്ചതാണ് ക്രൂസൈഡും ഈ പറഞ്ഞ ഈസ്റ്റ് വെസ്റ്റ് തമ്മിലുള്ള എക്സ്ചേഞ്ചിനെ പറ്റിയിട്ടും. അപ്പോൾ ഇത്തരത്തിൽ ഡോംസ് ഒക്കെ ഉള്ള ഒരു പുതിയ ശില്പ രീതി അല്ലെങ്കിൽ പുതിയ നിർമ്മാണ രീതി അല്ലെങ്കിൽ ഡിസൈൻ രീതി കൊണ്ടുവന്നു. അതാണെന്ത് ആർക്കിടെക്ചർ റിനൈസൻസിലുണ്ടായ പ്രധാനപ്പെട്ട മാറ്റമെന്ന് പറയുന്നത് അല്ലേ. ഗോത്തിക് സ്റ്റൈലിൽ നിന്ന് മാറി ഒരു ഗ്രീക്കോ റോമൻ ക്ലാസിക്കൽ ശൈലി വന്നു. ഈ ക്ലാസിക്കൽ ശൈലിയുടെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഒരു 2 പോയിന്റ് ഉണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചു. എന്തൊക്കെയാണ്? ക്ലാസിക്കൽ ഇൻഫ്ലുവൻസ് വന്നു. അതായത് ഗ്രീക്കോ റോമൻ ശൈലികൾ ഈ പറയുന്ന കോളമും ആർച്ചുകളും ഡോംസും ഉണ്ടാക്കാൻ അവരെ പ്രേരിപ്പിച്ചു. സിമെട്രിയും പ്രപ്പോർഷനും വന്നു അല്ലേ. നമുക്ക് ഈ പുറകെ കാണുന്ന 2 ബിൽഡിംഗ് അല്ലേ, സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക നോക്കിയാലും ഇവിടെ നോക്കിയാലും നമുക്ക് കാണാൻ പറ്റും. നല്ല പ്രപ്പോർഷനാണ് അല്ലെ. ലൈൻസ് ഒക്കെ കൃത്യമായിട്ട് തൂണുകളും ഒക്കെ വരച്ചിട്ടുള്ള രീതിയാണ് കൊണ്ടുവന്നത്. ഡോംസും റൗണ്ടഡ് ആർച്ചസും കൊണ്ടുവന്നു. അത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ലൈറ്റും സ്പേസിനും ഒക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തു. ഇതിൽ ഏതെങ്കിലും 2-3 പോയിന്റ് നിങ്ങൾ എസ്സേ വന്നാൽ എഴുതി വെച്ചാൽ മതി. ഇനി നമുക്ക് നോക്കാം, 2 പ്രധാനപ്പെട്ട ആൾക്കാരെ പറ്റി പഠിക്കണം. ഒന്ന് ഫിലിപ്പോ ബ്രൂണലിസി SCHI. ഓക്കെ, അപ്പോൾ ഫിലിപ്പോ ബ്രൂണലിച്ചി എന്ന് നമുക്ക് ഓർത്ത് വയ്ക്കാം. ഓക്കെ, അദ്ദേഹമാണ് എന്ത് ചെയ്തു? ഫ്ലോറൻസിലെ കത്തീഡ്രൽ പണി കഴിപ്പിച്ചത്. അപ്പോൾ ഫിലിപ്പ് ഫ്ലോറൻസിൽ പള്ളി പണിതു എന്ന് ഓർത്ത് വയ്ക്കുക. ഫിലിപ്പ് ഫ്ലോറൻസിൽ പള്ളി പണിതു. ആ പള്ളിയാണ് ഈ കാണുന്നത്. ഓക്കെ, ഡോം ഡിസൈൻഡ് ബൈ ബ്രൂണലേച്ചി എന്ന് പറയുന്ന വാക്കിൻ്റെ പ്രൊനൗൺസിയേഷൻ ശരിയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. എങ്കിലും ഇങ്ങനെ തന്നെ ആയിരിക്കും എന്ന് തോന്നുന്നു. BRUNE ബ്രൂണലേCHI ബ്രൂണലേച്ചി അല്ലേ, ലേച്ചി എന്ന് തന്നെ വരും. അപ്പോൾ നിങ്ങൾ എത്ര ഓർത്ത് വെച്ചാൽ മതി. ഫിലിപ്പ് ഫ്ലോറൻസിൽ പള്ളി പണിതു. കത്തീഡ്രൽ പള്ളിയല്ലേ. അപ്പോൾ ഫിലിപ്പ് ഫ്ലോറൻസിൽ പള്ളി പണിതു. പിന്നെ വന്നത് മൈക്കൽ ആഞ്ചലോയും ബ്രബന്തയുമാണ്. ഈ മൈക്കൽ ആഞ്ചലോയും ബ്രബന്തയും എന്ത് ചെയ്തു? സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ ഡിസൈനേഴ്സിലുള്ളവരാണ്. ഈ കാണുന്നതാണ് സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക. ഇപ്പോൾ 3 പോയിന്റ് ഓർത്ത് വെച്ചാൽ മതി. ആർക്കിടെക്ചറിൻ്റെ ഫസ്റ്റ് പോയിന്റ് ഗോത്തിക് ശൈലിയിൽ നിന്ന് മാറി ആർച്ചുകളും ഡോമുകളും ഉള്ള രീതിയിലുള്ള നിർമ്മാണ ശൈലി കൊണ്ടുവന്നു. 2 പേര് ഫിലിപ്പിൻ്റെ ഫ്ലോറൻസിൽ ഫിലിപ്പ് എന്ത് ചെയ്തു? ഒരു പള്ളി പണിതിട്ടുണ്ട്. ഫ്ലോറൻസിൽ ഫിലിപ്പ് എന്ത് ചെയ്തു? ഫ്ലോറൻസിൽ ഫിലിപ്പ് എന്ത് ചെയ്തു? ഒരു പള്ളി പണിതു. ആ പള്ളിയിലും മൈക്കൽ ആഞ്ചലോയും ബ്രബന്തയും ഡിസൈൻ ചെയ്ത പീറ്റേഴ്സ് ബസിലിക്ക, സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ നമുക്കിത് എവിഡൻ്റ് ആയിട്ട് കാണാൻ പറ്റും. ശില്പരീതിയുടെ പ്രത്യേകതകളാണ് ഇവിടെ പറയുന്നത്. ഇത്രയും പോയിന്റുകൾ നമുക്ക് ഈ പറയുന്ന ആർക്കിടെക്ചർ ഭാഗത്ത് വരുന്നുള്ളൂ. ഫിലിപ്പോ ബ്രൂണലേച്ചി അതുപോലെ തന്നെ ആർക്കിടെക്ചർ കൊണ്ടുവന്നു. അതെവിടെ കാണാൻ പറ്റുന്നുണ്ട്? നമുക്ക് ഈ പറയുന്ന ഫ്ലോറൻസിലെ കത്തീഡ്രലിൽ കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ മാറിയിട്ട് ഡോംസും മറ്റു കാര്യങ്ങളും ഒക്കെ വന്നു. ഈ പറയുന്നത് ഇവിടെ നമുക്ക് സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിലും കാണാനായിട്ട് സാധിക്കും. ഇത്രയേ ഉള്ളൂ. തീർന്നു. കണ്ടോ? ഇത്രയേ ഉള്ളൂ.
ഇനി വരെ ഞാൻ പറയാൻ പോകുന്നത് നമുക്ക് റിനൈസൻസ് ലിറ്ററേച്ചറിനെ പറ്റിയാണ്. ഒന്നുമില്ല, പെയിൻറ്റിങ്ങിലും സ്കൾപ്ചറിലും പറഞ്ഞ അതേ പോയിന്റുകൾ തന്നെയാണ് ഇവിടെ റിപ്പീറ്റ് ചെയ്ത് വരുന്ന, പുതുതായി ഒന്നും കാണാതെ പഠിക്കേണ്ട. നോക്കിയേ, ഇൻഡിവിജ്വൽ ലിബർട്ടിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തു. അതായത് ഇവർ എഴുതുന്ന ആ കാലത്ത് എഴുതുന്ന കഥകളിലും കവിതകളിലും ഒക്കെ വന്ന മാറ്റമാണ് ലിറ്ററേച്ചർ എന്നുകൊണ്ട് നമ്മുടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്ത് പറ്റി? വ്യക്തി സ്വാതന്ത്ര്യം കൊടുത്തു, മനുഷ്യന് ഇമ്പോർട്ടൻസ് കൊടുത്തു എന്ന് പറഞ്ഞാൽ തന്നെ വ്യക്തിയുടെ സ്വാതന്ത്ര്യം വരുവാണല്ലോ അല്ലേ. ഫോക്കസ്ഡ് ഓൺ പേഴ്സണൽ ഫ്രീഡം, ഹ്യൂമൻ എക്സ്പീരിയൻസ് ആൻഡ് സെൽഫ് എക്സ്പ്രഷൻ. എന്തെങ്കിലും പഠിക്കണോ, മൂന്നിടത്ത് ഒരേ പോയിന്റ് അല്ലേ. ഇനി സെക്കുലർ തീംസ് വന്നു. ശില്പകലയിൽ നമ്മൾ പറഞ്ഞതാണല്ലേ, റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് മാറി ഹ്യൂമൻ സെൻറ്റേർഡ് സബ്ജക്റ്റുകൾ വന്നു. ബ്രേക്ക് ഫ്രം സ്കൊളാറ്റിസിസം, എന്താ പറയുന്നത്, റിജിഡും ഈ പറയുന്ന അക്കാഡമിക് ട്രാൻസിഷൻസിലും ഒക്കെ മാറിയിട്ട് എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി മനുഷ്യൻ്റെ നോർമൽ രീതികൾ അല്ലേ. പണ്ടത്തെ നമ്മുടെ സിനിമകൾ ആലോചിച്ചാൽ മതി അല്ലേ. ഈ അടുത്ത കാലത്തൊക്കെ ഇറങ്ങിയ കുറേ സിനിമകൾ നമ്മൾ പറഞ്ഞു മനുഷ്യൻ്റെ റിയലിസ്റ്റിക്കായ ജീവിതത്തെ കാണിച്ചു. കുമ്പളങ്ങി നൈറ്റ്സ് ഒക്കെ ഇറങ്ങിയപ്പോൾ പറഞ്ഞതാണ് ആൾക്കാർ അല്ലേ. അതായത് പണ്ടത്തെ സിനിമയിലെന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു നിത്യജീവിതത്തിൽ കാണുന്ന കാര്യങ്ങളായിരുന്നില്ല എങ്കിൽ ഇപ്പോൾ സിനിമയിൽ അത് വന്നു. അതുപോലെ അന്നത്തെ ഈ പറയുന്ന ദൈവങ്ങളെയും മറ്റേ മാലാഖമാരെയും ഒക്കെ പറ്റി പറഞ്ഞുകൊണ്ടിരുന്നത് മാറിയിട്ട് മനുഷ്യന്മാർക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത്, അതാണ് എന്താ സ്കൊളാറ്റിസിസിൽ നിന്ന് വന്ന ബ്രേക്ക് എന്ന് പറയുന്നത്. ഇനി ക്ലാസിക്കൽ കൾച്ചറിൻ്റെ ഇൻഫ്ലുവൻസ്, അതായത് ഗ്രീക്ക് റോമൻ കാലഘട്ടത്തിലെ ടെക്സ്റ്റുകളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും റീപ്രിൻറ്റ് ചെയ്യുകയും അതുമായിട്ട് ഇൻസ്പയർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ കഥകളും കവിതകളുമായിട്ട് വരികയും ചെയ്തു. റീജിയണൽ ലാംഗ്വേജ്, വീണ്ടും പറയണ്ടല്ലോ, ഈ പറയുന്ന റീജിയണൽ ലാംഗ്വേജ് അഥവാ വെർണിക്കുലർ ലാംഗ്വേജ് എന്ന് വെച്ചാൽ റീജിയണൽ ലാംഗ്വേജ് എന്നാണ്. ഇറ്റാലിയൻ, ഇംഗ്ലീഷ് പോലെയുള്ള ഭാഷകൾ കൂടുതലായിട്ട് വരാൻ തുടങ്ങി. ലാറ്റിനിൽ നിന്ന് മാറിയിട്ട് ഈ ഭാഷകൾക്ക് ഇമ്പോർട്ടൻസ് കിട്ടി. ഗ്രോത്ത് ഓഫ് പ്രോസ് ലിറ്ററേച്ചർ അല്ലെ, ഗദ്യ സാഹിത്യ രീതിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തു. അതായത് ഗദ്യങ്ങൾ വന്നു, എസ്സേകൾ വന്നു, ഡയലോഗുകളും നോവലുകളും ഒക്കെ ഈ കാലഘട്ടത്തിൽ എന്ത് ചെയ്യുന്നു, ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നു. ഇതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ഉണ്ട്. ഷേക്സ്പിയർ അറിയാലോ, ജൂലിയസ് സീസർ എഴുതിയ ജൂലിയസ് സീസർ എഴുതിയ ഷേക്സ്പിയറിൻ്റെ ഒരു വരിയാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇറ്റ് ഈസ് നോട്ട് ഇൻ ദ സ്റ്റാർസ് ടു ഹോൾഡ് അവർ ഡെസ്റ്റിനി ബട്ട് ഇൻ അവർ സെൽസ് അല്ലേ. നമ്മൾ നക്ഷത്രങ്ങളിലല്ല ഇതിപ്പോൾ നമ്മുടെ ഇവിടെ ജാതകം നോക്കുന്ന പരിപാടി പറയുന്ന പോലെ ഉണ്ട് അല്ലേ. എവിടെയോ കിടക്കുന്ന നക്ഷത്രങ്ങൾ നമ്മുടെ ജീവിതത്തെ ഇൻഫ്ലുവൻസ് ചെയ്യുമെന്ന് പറയുന്നത് തെറ്റായിട്ടുള്ളൊരു കാര്യമായിട്ട് തോന്നുന്നു. അത് തന്നെയാണ് ഇവിടെ ഷേക്സ്പിയറും പറഞ്ഞേക്കുന്നത്. ഇനി റിനൈസൻസ് ആർട്ടിൻ്റെ പ്രത്യേകത ഞാൻ ഈ പറഞ്ഞ ഇത്രയും വലിയ സെൻറ്റൻസിനെയാണ് ചെറിയ ചെറിയ പോയിന്റുകളാക്കി വെച്ചിട്ടുള്ളത്. ഇത്രയും ഭാഗം മാത്രമാണ്. ഇവിടെ കുറച്ച് ആൾക്കാരും അവരുടെ കൃതികളെയും പറ്റിയാണ് പറയുന്നത്. അത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് പഠിക്കണം. സോ നിങ്ങൾക്ക് അടുത്ത പണി വന്നിട്ടുണ്ട്. വന്നിട്ടുണ്ട് ഒരു ഓതറും അവരുടെ വർക്കും അതിൻ്റെ മെയിൻ ഫീച്ചറും. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഡാൻഡി എന്ന ആൾ എഴുതിയ കൃതിയാണ് ദ ഡിവൈൻ കോമഡി. ഡാൻഡി എഴുതിയതാണ് എന്ത്, ഡിവൈൻ കോമഡി എന്ന് പറയുന്ന ഇയാളാണ് ഡാൻഡി എന്ന് പറയുന്ന ആൾ. നോക്കി, ഡാൻഡി ദ റിനോഡ് ഓതർ ഓഫ് ദ ഡിവൈൻ കോമഡി വാസ് എ പ്രോമിനൻറ്റ് ലിറ്റററി ഫിഗർ ഡ്യൂറിംഗ് ദ റിനൈസൻസ് പീരീഡ്. ദ പോയം തീംസ് റിവോൾവ്ഡ് അറൗണ്ട് ഡാൻഡീസ് ഇമാജിനറി പിൽഗ്രിമേജ് ത്രൂ ഹെല്ല്, പർഗേറ്ററി ആൻഡ് പാരഡൈസ് അല്ലേ. എന്ന് വെച്ചാൽ ഈ പറയുന്ന ആൾ അയാളുടെ ഇമാജിനറി വേൾഡിൽ പോയ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്നത്. ഡിവൈൻ കോമഡി അല്ലേ, ദൈവികമായ തമാശ എന്നാണ് പറയുന്നത്. എങ്ങനെ നമുക്ക് ഓർത്ത് വയ്ക്കാം, നമുക്ക് അയാളുടെ കൃതിയെ പറ്റി നിരൂപണമൊന്നും എഴുതാനല്ലോ, ഡി എന്ന് ഓർത്ത് വെച്ചാൽ മതി അല്ലേ. ഡാൻഡിയുടെ ഡിവൈൻ കോമഡി എന്ന് പറയും. ഇവിടെ ഹ്യൂമൻ ഇമോഷൻസും പാട്രിയോട്ടിസവും മറ്റു കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു. പെട്രാർക്ക് എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഒരുപാട് കൃതികളുണ്ട്. അതിൽ സോണറ്റ് അഡ്രസ്സിംഗ് ലോറ, സോണറ്റ് എന്ന് വെച്ചാൽ ഈരടികൾ എന്നല്ലേ, 1, 2, 3 വരികളിലൊക്കെ എഴുതുന്ന നമ്മുടെ ദോഹ എന്നൊക്കെ ഹിന്ദി പറയുന്ന പോലത്തെ സംഭവം. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിന് കുറേ കൃതികൾ എഴുതിയിരുന്നു. പ്രത്യേകത, ഈ പറയുന്ന പെട്രാർക്കിനെ പറ്റി ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞു. നമ്മുടെ റിനൈസൻസിൻ്റെ പിതാവ് അല്ലെങ്കിൽ ഹ്യൂമനിസത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്, ഈ പറയുന്ന പെട്രാർക്ക് എന്ന് പറയുന്ന വ്യക്തി. അപ്പോൾ പെട്രാർക്ക് ആരാണ്? പെട്രാർക്ക് എന്ന് പറയുന്നതാണ് ഫാദർ ഓഫ് റിനൈസൻസ് അല്ലെങ്കിൽ ഫാദർ ഓഫ് ഹ്യൂമനിസം എന്ന് പറയുന്ന. അദ്ദേഹത്തിന് ഒരു കൃതിയെ പറ്റി മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. അതാണ് സോനറ്റ്. ഇവിടെ കിടപ്പുണ്ട്, അടക്കുന്നു അല്ലേ. ഹിസ് സോനറ്റ്സ് അഡ്രസ്സിംഗ് ലോറ റിഫ്ലക്റ്റഡ് ബോൾഡ് ആൻഡ് യുണീക് സ്റ്റൈൽ. ഇത്ര മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ, എന്നാലും ഓർത്ത് വയ്ക്കുക. ഇനി ബൊക്കാഷിയോയുടെ ദ ഡി ക്യാമറോൺ എന്ന് പറയുന്ന കൃതി. ബൊക്കാഷിയോയുടെ ദ ഡി ക്യാമറോൺ എന്ന് പറയുന്ന അടുത്ത കൃതി. ബൊക്കാഷിയോയുടെ ഡി ക്യാമറോൺ എന്ന് പറയുന്ന കൃതി. അപ്പോൾ ഇത് ഞാൻ ഓർത്ത് വെച്ചേക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, നിങ്ങൾ ബൊക്കാച്ചിയോ എന്ന് പറയുമ്പോൾ ഈ കോക്കാച്ചി എന്നൊക്കെ പറയുന്ന പോലെയാണ് അല്ലേ. നമ്മൾ പിള്ളേരെ പേടിപ്പിക്കാനൊക്കെ പറയുന്ന ഒരു സാധനമാണ് കോക്കാച്ചി. അപ്പോൾ ഈ ബൊക്കാച്ചിയോ എന്ന് പറയുമ്പോൾ കോക്കാച്ചിയുമായിട്ട് ചെറിയൊരു സാമ്യം ഉള്ളത് കൊണ്ട് തന്നെ കോക്കാച്ചി വന്ന് ക്യാമറ ഓൺ ആക്കി എന്ന് ആലോചിച്ചാൽ മതി. കോക്കാച്ചി വന്ന് ക്യാമറ ഓൺ ആക്കി അല്ലേ. അപ്പോൾ എന്താണ്, കോക്കാച്ചി വന്ന് ക്യാമറ ഓൺ ആക്കി. ആര് ക്യാമറ ഓൺ ആക്കി? കോക്കാച്ചി ഓൺ ആക്കി. അപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന കോഡൊക്കെ കേൾക്കുമ്പോൾ ചിരി വരുമെന്ന് എനിക്കറിയാം. പക്ഷേ നിങ്ങൾ ആലോചിച്ചു, നമ്മളെപ്പോഴും നോർമലി ബൊക്കാച്ചിയോ ദ ഡി ക്യാമറോൺ എന്ന്
10-20 തവണ കാണാതെ പറഞ്ഞോ എഴുതി പഠിച്ചോ പഠിക്കുന്നതിനേക്കാളും എളുപ്പമാണ് എന്തെങ്കിലും വെറൈറ്റി ആയ രീതിയിൽ ഇത് ഓർത്ത് വയ്ക്കുക എന്നുള്ളത്. കാരണം നമ്മുടെ മൈൻഡിന് നേരായ വഴിയേക്കാളും വളഞ്ഞ വഴികളാണ് ഇഷ്ടം. അതായത് നമ്മുടെ സ്വഭാവം പോലെ തന്നെയാണ് അല്ലേ. നമ്മൾ എല്ലായിടത്തെയും നല്ലതിന് പകരം നമ്മളവിടുത്തെ ആദ്യത്തെ പ്രശ്നങ്ങളായിരിക്കും കണ്ടുപിടിക്കുന്നത്. അതുപോലെ എന്തെങ്കിലും ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള കോഡുകൾ ഉപയോഗിച്ച് വേണം നമ്മൾ എപ്പോഴും കാര്യങ്ങൾ ഓർത്ത് വയ്ക്കാൻ. അതേ ലോങ് ടേം നമ്മുടെ മൈൻഡിൽ ഇരിക്കുകയുള്ളൂ. നേരെ വായിച്ച് പോകുന്ന കാര്യങ്ങൾ ഒരിക്കലും നമ്മുടെ മനസ്സിലിരിക്കൂല എന്ന കാര്യം നിങ്ങൾ ഓർത്ത് വയ്ക്കുക. അപ്പോൾ എന്താണ് ക്യാമറ ആര് ഓണാക്കി? കോക്കാച്ചി ഓണാക്കി. അപ്പോൾ ബൊക്കാച്ചിയോടെയാണ് എന്ത്? ദ ഡി ക്യാമറ ഓൺ. ദ ഡി ക്യാമറ ഓൺ. ഇനി നിക്കോളോ മാക്കിയവേലിയുടെ ദ പ്രിൻസ്. നിക്കോളോ മാക്കിയവേലിയുടെ ദ പ്രിൻസ്. ഇത് ഞാൻ ഓർത്ത് വയ്ക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഓർമ്മയിൽ ഈ പ്രിൻസ് എന്ന് പറഞ്ഞാൽ ആദ്യം വരുന്നത് നമ്മുടെ ലാലേട്ടൻ അഭിനയിച്ചൊരു പടമുണ്ട്. അതായത് ഈ ഭാഷ സിനിമയുടെയൊക്കെ ഡയറക്ടർ മലയാളത്തിൽ ലാലേട്ടൻ വെച്ചൊരു പടം ഇറക്കിയിരുന്നു. പടത്തിൻ്റെ പേര് പ്രിൻസ്. നിങ്ങൾ ആ പടം കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. അതിനകത്തൊരു വൃത്തികെട്ടൊരു BGM ഉണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ ഇവിടെ ഞാൻ ഇട്ടിട്ടുണ്ട്. കണ്ടോ, ഇവിടെ ഒന്ന് കേട്ട് നോക്കേ. കണ്ടോ, ഇത് നിങ്ങളുടെ മൈക്കിൽ കിട്ടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരു വൃത്തികെട്ട BGM ഉണ്ട്. യൂട്യൂബിൽ കയറി ദ പ്രിൻസ് മലയാളം മൂവി BGM എന്ന് അടിച്ചാൽ മതി. അപ്പോൾ ഈ പടം പൊട്ടിപ്പാളീസായ നമ്മുടെ ലാലേട്ടൻ ഒരു വയ്യാവേലിയായിട്ട് മാറി. കാരണം ലാലേട്ടൻ്റെ അളിയനാണ് എന്ത് ചെയ്യുന്നത്, ഈ പടം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാമെന്നുള്ളതുകൊണ്ട് ഞാൻ അതുമായിട്ട് റിലേറ്റ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും പോയിന്റ് വെച്ച് റിലേറ്റ് ചെയ്യുക. അപ്പോൾ പ്രിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാലേട്ടൻ ഒരു വയ്യാവേലിയായിരുന്നു. സോ മാക്കിയവേലിയാണ് എന്ത് പ്രിൻസ് എന്ന കൃതി എഴുതുന്നത്. കാരണം ഇത് നമ്മൾ PSC പരീക്ഷകൾക്ക് അതുപോലെ തന്നെ HSA പരീക്ഷകൾക്കൊക്കെ ഈ പറയുന്ന കാര്യങ്ങൾ പഠിക്കും. അപ്പോൾ അവിടുത്തെ പിള്ളേർക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഈ കോഡുകൾ ഉണ്ടാക്കി വയ്ക്കുന്നതാണ്. നിങ്ങൾക്ക് സ്കൂൾ പരീക്ഷകൾക്കും ഇത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ പ്രിൻസ് എന്ന് പറയുന്നത് എന്താണ്? മാക്കിയവേലിയാണ്. അപ്പോൾ പ്രിൻസ് എന്ന് പറയുന്നത് ഒരു വയ്യാവേലി ആയിരുന്നു. സോ പ്രിൻസ് മാക്കിയവേലി. ഇനി കസാൻഡ്ര ഫെഡലെ എന്ന് പറയുന്നത് ഒരു വനിതയാണ്, സ്ത്രീയാണ്. അതായത് വുമൺസിൻ്റെ ഹയർ എഡ്യൂക്കേഷനും മറ്റു കാര്യങ്ങളെ പറ്റിയും പറഞ്ഞ ഒരു സാഹിത്യകാരിയാണ് കസാൻഡ്ര ഫെഡൽ എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടി നമുക്ക് പ്രധാനപ്പെട്ട ആൾക്കാർ അവരുടെ കൃതിയും ഓർത്ത് വയ്ക്കാം. കുറച്ച് ബോറിംഗ് ആണ്, എന്നാലും വേറെ വഴിയില്ല. ഈ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഉണ്ടാക്കുന്ന ടെക്സ്റ്റ് ബുക്ക് സമിതി എന്തിനാണ് ഇത്രയും പോയിന്റുകളൊക്കെ ഒരേ ചാപ്റ്ററിനകത്ത് കുത്തിക്കയറ്റിയതെന്ന് എനിക്കറിയില്ല. എന്തായാലും നിങ്ങളുടെ എന്തോ നല്ല ദേഷ്യമുണ്ട്. അപ്പോൾ ഡി ഓർത്ത് വയ്ക്കുക. ഡാൻഡിയുടെ ഡിവൈൻ കോമഡി, പെട്രാർക്കിൻ്റെ സോനറ്റ് അഡ്രസ്സിംഗ് ലോറ, കോക്കാച്ചി ക്യാമറ ഓണാക്കി, ബൊക്കാച്ചിയോയുടെ ദ ഡി ക്യാമറ ഓൺ, മാക്കിയവേലി പ്രിൻസ് എന്ന് പറയുന്ന പടം വയ്യാവേലി ആയിരുന്നു ആർക്ക്? ലാലേട്ടന്. കസാൻഡ്ര ഫിഡൽ കസാൻഡ്ര എന്ന് പറയുമ്പോൾ സ്ത്രീയാണ്. അപ്പോൾ സ്ത്രീകൾക്ക് വേണ്ടി സംസാരിച്ചു. കൃതിയുടെ പേരൊന്നും ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടില്ല. തീരുന്നില്ല. ഇത് ഈ പറയുന്ന ഇറ്റലിയിലും മറ്റു സ്ഥലങ്ങളും ഉണ്ടായിരുന്നത്. എന്നാൽ അതല്ലാതെ മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാർ റെനേസൻസ് ലിറ്ററേച്ചറിന് കോൺട്രിബ്യൂഷൻ ചെയ്തിരുന്നു. അവരെ ഒന്ന് നോക്കണം. ഇറാസ്മസിൻ്റെ ഇൻ പ്രൈസ് ഓഫ് ഫോളി. ഇറാസ്മസിൻ്റെ കൃതിയാണ് ഇൻ പ്രൈസ് ഓഫ് ഫോളി. ഇറാസ്മസ് എന്ന് പറയുമ്പോൾ ക്രിസ്മസിന് പ്രൈസ് കിട്ടിയെന്ന് ആലോചിച്ചാൽ മതി. ഇറാസ്മസ് ഇൻ പ്രൈസ് ഓഫ് ഫോളി. ഇതൊക്കെ മാച്ച് ദ ഫോളോയിങ്ങിനാണ് വരാൻ കൂടുതൽ സാധ്യത. അല്ലെങ്കിൽ മാച്ച് ദ ഫോളോയിങ് തന്നെ ആയിരിക്കും ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത്. ഇപ്പോൾ ഇറാസ്മസ് ഇൻ പ്രൈസ് ഓഫ് ഫോളി. അപ്പോൾ ഇറാസ്മസ് ക്രിസ്മസിന് പ്രൈസ് കിട്ടിയെന്ന് ഓർത്ത് വയ്ക്കുക. ജോഫ്രി ചൗസറിൻ്റെ കാൻറ്റർബറി ടെയിൽസ്. ജോഫ്രി ചൗസറിൻ്റെ കാൻറ്റർബറി ടെയിൽസ്. ചൗസറിൻ്റെ കാൻറ്റർബറി ടെയിൽസ് ഇംഗ്ലണ്ടുകാരനാണ്. തോമസ് മോറിൻ്റെ ഉട്ടോപ്പിയ. അപ്പോൾ ഈ മോർ എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ മൂർ എന്നാണ്. മലയാളം കൂടി ഞാൻ കൊടുത്തേക്കുന്നത്. ഇത് വായിക്കുമ്പോൾ നമ്മൾ വായിച്ചെടുക്കുന്ന ഉച്ചാരണമല്ല മലയാളത്തിൽ. തോമസ് MORE സാധാരണ നമ്മൾ മോർ എന്ന് വായിക്കും, അത് മൂർ എന്നാണ്. കണ്ടോ, മൂർ. എന്നാലും ഞാനതിന് മോരെന്ന് തന്നെ പറയുന്നു. അപ്പോൾ മോരിൽ ഉപ്പിട്ടു എന്ന് ഓർത്ത് വെച്ചാൽ മതി. ഉട്ടോപ്പിയ എഴുതിയത് തോമസ് മോറാണെന്ന് കിട്ടും. എന്താണ്? മോരിൽ ഉപ്പിട്ടോ. MORE മോര്, ഉപ്പിട്ടോ, ഉട്ടോപ്പിയ ഉപ്പിട്ടോ എന്ന് ഓർത്ത് വയ്ക്കുക. മോര് കിട്ടും. ചിരിക്കുമായിരിക്കും അല്ലേ നിങ്ങളിപ്പോൾ ഇതിൻ്റെ കോഡൊക്കെ കേട്ടിട്ട്? ചിരിച്ചോ. പരീക്ഷയ്ക്ക് ഇതൊക്കെ നിങ്ങൾക്ക് ഓർമ്മ വരുമ്പോൾ നിങ്ങൾ എന്നെ ആലോചിക്കും. മിഗ്വേൽ ഡി സെർവാൻഡെ ദ ഡോൺ. കണ്ടോ, ഈ വാക്ക് കണ്ടോ, QUIXOTE. കണ്ടോ, കിഹോട്ട് എന്നാണ് മലയാളത്തിൽ പറയുന്നത്. കണ്ടോ, കിഹോട്ട്. അപ്പോൾ ഈ വാക്ക് കിഹോട്ട് എന്നാണ്. അതുകൊണ്ടാണ് ഞാൻ മലയാളം കൂടി ഇവിടെ ആഡ് ചെയ്തത്. അപ്പോൾ മിഗ്വേൽ ഡി സെർവാൻഡയുടെ ഡോൺ കിഹോട്ട്. അപ്പോൾ ഇത് ഓർത്ത് വയ്ക്കാം. സർവൻറ്റിനെ വയ്ക്കുന്നത് ഡോൺമാരാണ്. ഇത് എൻ്റെ കോഡല്ല, ഞാൻ ഇവിടെ കേട്ട കോഡാണ്. സർവൻറ്റുമാരെ വയ്ക്കുന്നത് ഡോണാണ്. ഡോണിനാണ് സർവൻറ്റുമാരുള്ളത്. അപ്പോൾ സെർവൻറ്റയുടെ ഡോൺ കിഹോട്ട്. എന്തായാലും നമ്മുടെ മനസ്സിൽ ഓർമ്മയിരിക്കാൻ പോകുന്നില്ല. ഇനി ഫ്രാൻസിസ്കോ റാബലയുടെയാണ്. നോക്കിയേ, ഗാർഗാൻറ്റുവ. ഇവിടെ കിടക്കും, മലയാളം വായിക്കുന്നതാണ് നല്ലത്. ഗാർഗാൻറ്റുവയും പാൻറ്റഗ്രൂലും ഇതിനകത്ത് കോഡൊന്നും എൻ്റെ ഇല്ല. ഫ്രാൻസിസ്കോ റാബലയുടെ ഗാർഗാൻറ്റുവയും
പാൻറ് ഗ്രൂലും. എന്തിനാണ് ഇതൊക്കെ നമുക്കിപ്പോൾ എടുത്ത് തന്നേക്കുന്നതെന്ന് എനിക്ക് ആലോചിച്ചിട്ട് ഒരു പിടിയുമില്ല. എന്നാലും നിങ്ങൾ അനുഭവിച്ചോ? മറ്റേ ഏതോ നമ്മൾ ഒരു പണ്ടൊരു വനിതാ കമ്മീഷൻ്റെ ചെയർമാൻ ഉണ്ടായിരുന്നല്ലോ, അവർ പറഞ്ഞ പോലെ അനുഭവിച്ചു, അത്രേ പറയാവുള്ളൂ. അപ്പോൾ ഇതാണെന്ത് പ്രധാനപ്പെട്ട കൃതികളെന്ന് പറയുന്നത്. മെയിൻ പരിപാടി കഴിഞ്ഞു. ഇനി സിമ്പിൾ കുറച്ച് കാര്യങ്ങൾ. പ്രിൻറ്റിങ്. അപ്പോൾ ഇതെല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ. ഇതൊന്നും ഞാൻ കയ്യിൽ നിന്നിട്ട് പറഞ്ഞു തന്നിട്ട് എല്ലാം എന്താ ഇവിടെ നല്ല വൃത്തിയായി കിടപ്പുണ്ട്. ഇതൊക്കെ ഞാൻ ചുരുക്കിയാണ് 2 സ്ലൈഡിനകത്താക്കി തന്നത്. ഓക്കെ, ഇനി പ്രിൻറ്റിങ് എന്ന് പറയുമ്പോൾ അച്ചടി യന്ത്രം കണ്ടുപിടിച്ചത് നമ്മുടെ ഗുട്ടൻബർഗാണ് അല്ലേ, ജോഹന്നാസ് ഗുട്ടൻബർഗ് അച്ചടി യന്ത്രം കണ്ടുപിടിച്ചു. ഈ പറയുന്ന അച്ചടി യന്ത്രം കണ്ടുപിടിച്ചതോടുകൂടി പ്രിൻറ്റിങ് എന്ത് ചെയ്തു, നല്ല രീതിയിൽ വന്നു. അങ്ങനെ പ്രിൻറ്റിങ് എന്ത് ചെയ്തു, ഫേമസ് ആയി. അങ്ങനെ പ്രിൻറ്റിങ് ഫേമസ് ആയി. എന്ത് പറ്റി, നമുക്ക് കൃതികളൊക്കെ പെട്ടെന്ന് പ്രിൻറ്റ് ചെയ്ത് കൈയെഴുത്തുണ്ടാക്കുന്നതിനേക്കാൾ ഈസിയാണ് പ്രിൻറ്റിങ്. പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോപ്പികൾ ഉണ്ടാക്കാൻ പറ്റും. അത് ആൾക്കാർക്ക് അയച്ചു കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ദ പ്രിൻറ്റിംഗ് പ്ലേഡ് എ സിഗ്നിഫിക്കൻറ്റ് റോൾ ഇൻ പോപ്പുലറൈസിങ് ലിറ്ററേച്ചർ ഡ്യൂറിംഗ് ദ റിനൈസൻസ് പീരീഡ്. ജോഹന്നാസ് ഗുട്ടൻബർഗ് എന്ത് ചെയ്തു, ഫസ്റ്റ് പ്രിൻറ്റിംഗ് കണ്ടുപിടിച്ചതോടുകൂടി എന്ത് പറ്റി, 15ാം നൂറ്റാണ്ടോടുകൂടി ഈ പറയുന്ന കാര്യങ്ങൾ കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റി. കണ്ടോ, ഇതാണ് നമ്മുടെ പ്രിൻറ്റിംഗ് പ്രസ് എന്ന് പറയുന്നത്. അപ്പോൾ നോക്കൂ, പ്രിൻറ്റിംഗ് പ്രസ് വന്നപ്പോൾ ഇവിടെ ചോദ്യമുണ്ട് അല്ലേ. ഓക്കെ, ഈ പറയുന്ന പ്രിൻറ്റിംഗ് പ്രസ് വന്നതോട് ഓക്കെ, വാട്ട് കുഡ് ഹാവ് ബീൻ ദ ഇൻഫ്ലുവൻസ് ഓഫ് ദ പ്രിൻറ്റിംഗ് പ്രസ് ഓൺ ദ സൊസൈറ്റി ഓഫ് ദാറ്റ് പീരീഡ്. ആ കാലത്തിൽ പ്രിൻറ്റിംഗ് പ്രസ് വന്നത് അന്നത്തെ സമൂഹത്തെ എങ്ങനെയൊക്കെ അഫക്റ്റ് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആക്സസ് ടു നോളജ് അല്ലെ, കൂടുതൽ ആൾക്കാർക്ക് നമുക്ക് ഒരുപാട് പുസ്തകങ്ങൾ ഒരുമിച്ച് പ്രിൻറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ പെട്ടെന്ന് പ്രിൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആക്സസ് അല്ലെ, ആൾക്കാർക്ക് ഈ പറയുന്ന അറിവിനെ ആക്സസ് ചെയ്യാനുള്ള കഴിവ് എന്ത് ചെയ്തു, കൂടുതൽ ബുക്ക് വന്നു, ലൈബ്രറിയിൽ കൂടുതൽ കോപ്പി വന്നു. അപ്പോൾ ഒരേ സമയം ഒരുപാട് പേർക്ക് ഈ പറയുന്ന ബുക്കുകൾ എടുത്ത് വായിക്കാൻ പറ്റി. വെർണക്കുലർ ലിറ്ററേച്ചർ വളർന്നു, അതായത് നാട്ടുഭാഷകൾ എന്ത് ചെയ്തു, അതായത് ഈ പറയുന്ന ലാറ്റിൻ മാറി ഇറ്റാലിയൻ ഭാഷയ്ക്കും ഇംഗ്ലീഷ് ഭാഷയ്ക്കും ഒക്കെ എന്ത് ചെയ്തു, ഗ്രോത്ത് ഉണ്ടായി. റിനൈസൻസ് ഐഡിയാസ് കൂടുതൽ ആൾക്കാരിലേക്ക് പെട്ടെന്ന് എത്തിക്കാൻ സാധിച്ചു. അതോറിറ്റിയെ ചലഞ്ച് ചെയ്യാൻ സാധിച്ചു, അതായത് നമുക്ക് അറിവ് കിട്ടി, അപ്പോൾ നമുക്ക് ഈ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. എഡ്യൂക്കേഷനും യൂണിവേഴ്സിറ്റികളും എന്ത് ചെയ്തു, ഇംപ്രൂവ് ചെയ്തു. അതുപോലെ തന്നെ എന്താണ്, സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് നോളജ് അല്ലെ, പ്രിസർവേഷൻ ആൻഡ് സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് നോളജ്. അന്ന് കാലത്ത് കൈയെഴുത്തായിട്ടും ഈ പറയുന്ന മാനുസ്ക്രിപ്റ്റുകളായിട്ടും ഉണ്ടായിരുന്ന കാര്യങ്ങൾ പ്രിൻറ്റ് ചെയ്ത് റെക്കോർഡ് ചെയ്ത് ഈ പറയുന്ന നല്ല രീതിയിൽ പ്രിസർവ് ചെയ്ത് വെക്കാനായിട്ടും പ്രിൻറ്റിംഗ് പ്രസ് വന്നത് സാധിച്ചു. ഇത്രയാണ് പ്രിൻറ്റിംഗ് പ്രസിൻ്റെ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. ലാസ്റ്റ് ഒരു ടോപ്പിക്ക് കൂടെ പറഞ്ഞ് നമുക്ക് ഇന്നത്തെ ക്ലാസ് നിർത്താം. റിനൈസൻസ് ആൻഡ് ഹിസ്റ്റോറിയോഗ്രാഫി. ചരിത്രം ഈ പറയുന്ന ആൾക്കാരൊക്കെ ആരൊക്കെയോ എഴുതി വെച്ചത് വായിച്ചിട്ടല്ലേ നമ്മൾ ഇന്ന് പറയുന്ന ഈ കാര്യങ്ങളൊക്കെ പറയുന്ന അല്ലേ, പണ്ട് ഇങ്ങനെ ആയിരുന്നു അങ്ങനെ ആയിരുന്നു എന്നൊക്കെ ആരോ അന്നത്തെ ആൾക്കാർ എഴുതി വെച്ചത് കൊണ്ടല്ലേ. അപ്പോൾ ഈ പറയുന്ന ഹിസ്റ്റോറിയോഗ്രാഫി എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചാൽ, അന്നത്തെ ചരിത്രകാരന്മാർ ചരിത്രത്തെ 3 ഭാഗങ്ങളായിട്ടാണ് ഡിവൈഡ് ചെയ്തത്. ഏതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു 1453 തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിക്കുന്നത് തൊട്ടാണ് ഈ പറയുന്ന റിനൈസൻസ് ആരംഭിക്കുന്നത്. അപ്പോൾ അത് 15ാം നൂറ്റാണ്ടാണല്ലോ അല്ലേ. അപ്പോൾ 15ാം നൂറ്റാണ്ട് തൊട്ട് ഇങ്ങോട്ടാണ് എന്ത് മോഡേൺ പീരീഡ് എന്ന് പറയുന്നത്. എന്നാൽ അതിൽ നിന്നൊരു 10 കുറച്ച് കഴിഞ്ഞാൽ 5ാം നൂറ്റാണ്ട് വരെയുള്ള ഈ ഒരു കാലഘട്ടത്തിനെയാണ് നമ്മൾ മിഡീവൽ പീരീഡ് എന്നും 5ന് മുമ്പുള്ളതിന് നമ്മൾ ഏൻഷ്യൻ്റ് പീരീഡ് എന്നും അങ്ങനെയാണ് ഹിസ്റ്ററി ഡിവൈഡ് ചെയ്തത്. അതായത് ഹിസ്റ്ററിയെ 3 ഭാഗങ്ങളായി ഡിവൈഡ് ചെയ്തു. ഏൻഷ്യൻ്റ് ഹിസ്റ്ററി 5ാം നൂറ്റാണ്ട് തൊട്ട് മുന്നോട്ട്, മിഡീവൽ ഹിസ്റ്ററി 5ാം നൂറ്റാണ്ട് തൊട്ട് 15ാം നൂറ്റാണ്ട് വരെ, മോഡേൺ ഹിസ്റ്ററി 15ാം നൂറ്റാണ്ട് തൊട്ട് അങ്ങോട്ട് എന്ന രീതിയിലാണ് ഇത് മാറ്റിയത്. പ്രധാനമായിട്ടും ഇതിനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഹിസ്റ്റോറിയൻസായി ഇറ്റാലിയൻ ഹിസ്റ്റോറിയൻസ് ആണ് ഫ്ലാവിയോ ബിയോണ്ടോയും ലിയനാർഡോ ബ്രൂണിയുമാണ് ഈ പറയുന്ന രീതിയിൽ ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്ന ആദ്യകാല ഇറ്റാലിയൻ ഹിസ്റ്റോറിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഹിസ്റ്ററി എന്ത് ചെയ്തു, 3ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണത്, ഏൻഷ്യൻ്റ് ഹിസ്റ്ററി, മിഡീവൽ ഹിസ്റ്ററി, മോഡേൺ ഹിസ്റ്ററി. 15ാം നൂറ്റാണ്ടിന് ശേഷം മോഡേൺ, 15നും 5നും ഇടയ്ക്ക് മിഡീവൽ, 5ന് മുമ്പ് ഏൻഷ്യൻ്റ് എന്ന രീതിയിൽ ആയിരുന്നു അന്നത്തെ ഇതെന്ന് പറയുന്നത്. കണ്ടോ, ഫ്ലാവിയോ ബിയോണ്ടോ അതുപോലെ എന്താണ് ലിയനാർഡോ ബ്രൂണിയാണ് എന്ത് ചെയ്തത്, ഈ രീതി കൊണ്ടുവന്നത്. ഓക്കെ, ഇനി ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിയേ, മിഡിൽ ഏജിനകത്തുണ്ടായിരുന്ന ഹിസ്റ്ററി എഴുതുന്ന രീതികളിൽ പ്രധാനമായിട്ടും നേരത്തെ പറഞ്ഞ കാര്യം ഡിവൈൻ പവറിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. However, in the Renaissance, people began to focus more on human life and events rather than lives of monks and priests. അല്ലേ, പള്ളിയും പട്ടക്കാരും കാര്യങ്ങൾക്കും മിഡീവൽ കാലഘട്ടത്തിൽ ഇമ്പോർട്ടൻസ് കൊടുത്തു. അപ്പോൾ ചരിത്രം പറയുമ്പോഴും അവരുടെ പെർസ്പെക്റ്റീവിലായിരിക്കും ചരിത്രം പറയുന്നത്. എന്നാൽ റിനൈസൻസ് വന്നപ്പോൾ എന്ത് പറ്റി, സാധാരണ മനുഷ്യന്മാരുടെ ജീവിതത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തപ്പോൾ അവരുടെ കാര്യങ്ങളും മറ്റ് പ്രശ്നങ്ങളും ചരിത്രത്തിൻ്റെ ഇടങ്ങളിൽ എത്തി എന്ന് പറയാൻ പറ്റും. ഡ്യൂറിങ് ദ റിനൈസൻസ് ഹിസ്റ്റോറിയൻ സ്റ്റാർട്ടഡ് ടു ഫോക്കസ് മോർ ഓൺ ആർക്കിയോളജിക്കൽ എവിഡൻസസ്. അല്ലെ, വെറുതെ എന്തെങ്കിലും എഴുതി വയ്ക്കാതെ ചരിത്രപരമായിട്ടുള്ള തെളിവുകൾക്ക് അവർ ഇമ്പോർട്ടൻസ് കൊടുത്തു. പണ്ടത്തെ ഇൻസ്ക്രിപ്ഷൻസ്, കോയിൻസും ഏൻഷ്യൻ്റ് മനുസ്ക്രിപ്റ്റുകളും വായിച്ച് സത്യസന്ധമായിട്ടുള്ള ചരിത്രം എഴുതി തുടങ്ങുന്നത് ഏതാണ്ട് മോഡേൺ സമയം തൊട്ടാണ്. ഇത് ഇന്ത്യയുടെ കാര്യമായാലും അങ്ങനെയൊക്കെ തന്നെ ആണ്.
ബ്രിട്ടീഷ് കാലം വന്നപ്പോൾ തൊട്ട് ബ്രിട്ടീഷുകാർ അവരുടെ പെർസ്പെക്റ്റീവിലാണ് ചരിത്രം എഴുതിക്കൊണ്ടിരുന്നത്. അതിന് മുന്നേയും നമുക്ക് ഇതുപോലത്തെ രീതികളില്ലായിരുന്നു. വിത്ത് ദ എമർജൻസ് ഓഫ് ഹ്യൂമനിസം ക്രിട്ടിക്കൽ തിങ്കിങ് ഗെയിൻഡ് സിഗ്നിഫിക്കൻസ് ഇൻ ദ ഹിസ്റ്ററി. സയൻറ്റിഫിക് ഇൻക്വയറി സ്റ്റഡീസ് റീപ്ലേസ് സ്റ്റോറീസ് ആൻഡ് മിത്ത്. അല്ലേ, ചരിത്രം കഥകളും മിത്തുകളും ഒക്കെ മാറ്റി പോയിന്റുകൾക്ക് എവിഡൻസുകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് ചരിത്രം എഴുതുന്ന ഒരു രീതി ഇവിടെ ഉണ്ടായി. ഓക്കെ, ദ കോൺട്രിബ്യൂഷൻ ഓഫ് മാക്കിയവേലി ടു ദ റെനൈസൻസ് ഹിസ്റ്റോറിയോഗ്രാഫി ഈസ് നോട്ട് വർത്തി. അപ്പോൾ ഇവരുടെ കൂടെ നമുക്ക് മാക്കിയവേലിയും കൂടി. ആരാ മാക്കിയവേലി? പറഞ്ഞു മാക്കിയവേലിയുടെ കൃതി ഏതാ പറ? മാക്കിയവേലി എന്ന് പറഞ്ഞാൽ വയ്യാവേലി. ഏത് പടം? ദ പ്രിൻസ് അല്ലേ? ഓർമ്മ വരുന്നുണ്ടോ? ഇതാണ് ഞാൻ എൻ്റെ കോഡുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി റിനൈസൻസ് ആൻഡ് സയൻസ് ഞാൻ ഇന്ന് പറയുന്നില്ല, ഇതും കൂടി ആയത് നിങ്ങൾ താങ്ങത്തില്ല. റിനൈസൻസ് ആൻഡ് സയൻസും അതുപോലെ തന്നെ ഈ പറയുന്ന റിഫോർമേഷനും കൂടെ നമുക്ക് അടുത്ത ഒരു ക്ലാസ്സോടെ തീർക്കാം. സോ അടുത്ത ക്ലാസ്സോടെ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ തീരുന്നതായിരിക്കും. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട്